കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, കർത്താവ് ആണ്ടിൻ്റെ അവസാനം കാണുവാൻ മാത്രമല്ല, കർത്താവിൻ്റെ ജനന ദിവസം ഓർക്കാനും ധ്യാനിക്കാനും അവസരം തന്നതോർത്ത് നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ക്രിസ്മസ് നമ്മളെല്ലാവരും വിവിധ തരത്തിൽ ആഘോഷിച്ചു, ആദരിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഓരോ വ്യക്തിയുടെയും നിലവാരത്തിനും സമർപ്പണത്തിനും കർത്താവിനോടുള്ള സ്നേഹത്തിനും അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായിട്ടാണോ അത് എന്ന് അവരവർ ചിന്തിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിലൂടെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ജീവിതത്തിൻ്റെ ചെയ്തികളിലൂടെ കർത്താവിൻ്റെ ജനനത്തെ ഓർക്കരുത്. അത് ദൈവത്തിന് പ്രസാദമല്ല, ദൈവത്തിന് ഹിതപ്രകാരമുള്ളത് ആയിരിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഒരു വിശേഷ ദിവസമുണ്ടെങ്കിൽ, നമ്മുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ ജന്മദിനം ഉണ്ടെങ്കിൽ, അന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതായിരിക്കും, ആ വ്യക്തിക്ക് സന്തോഷം പകരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ ഓർക്കുന്ന ഈ തരുണത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടമല്ലാത്തത്, കർത്താവിൻ്റെ ഹിതത്തിന് വിപരീതമായത്, കർത്താവിനെ സന്തോഷിപ്പിക്കാത്തത് അരുത്. അത് ദൈവം നമ്മൾക്ക് അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ക്രിസ്മസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ജന്മദിനം ഓർക്കരുത്. നമുക്കറിയാം, ക്രിസ്തുനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആണ് ഡിസംബർ മാസം 25 ലോകത്തെമ്പാടും കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ അല്ലെങ്കിൽ ജനന ദിവസം ഓർക്കാം എന്ന് തീരുമാനിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ആ ഒരു ആഘോഷം ഇറങ്ങിച്ചെന്നു. എവിടെയെല്ലാം ക്രിസ്ത്യാനികളുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ ജനന ദിവസം ഡിസംബർ മാസം 25 എന്ന് തീരുമാനിക്കപ്പെട്ടു. അതിൻ്റെ ഒരു കാരണം കർത്താവ് ഡിസംബർ 25 ജനിച്ചത് കൊണ്ടാകണമെന്നില്ല, മറിച്ച് ചരിത്രം പറയുന്നതും പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ്. ക്രിസ്തുനോസ് ചക്രവർത്തിയുടെ കാലത്ത് തൻ്റെ ഭരണാതിർത്തിയിൽ സകല ജനങ്ങളും സൂര്യദേവന്റെ ഒരു ഉത്സവമായി ഡിസംബർ 25 ആഘോഷിച്ചു വന്നിരുന്നു. എന്നാൽ മനസ്സാന്തരപ്പെട്ട ചക്രവർത്തി, കർത്താവിനെ സ്നേഹിക്കാനിടയായ ചക്രവർത്തി, കർത്താവിനെ സ്വീകരിക്കാനിടയായ താൻ തൻ്റെ ഭരണത്തിനകത്ത്, തൻ്റെ ഭരണസീമയ്ക്കകത്തുള്ള ജനങ്ങൾ നീതിസൂര്യനായ യേശുക്രിസ്തുവിനെ ആ ദിവസം ഓർക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു. താനത് കൽപ്പനയാക്കി ജനങ്ങളുടെ ഇടയിൽ വിളംബരം ചെയ്തു. ആകയാൽ ഡിസംബർ 25 ഇനി സൂര്യദേവന്റെ ഉത്സവമല്ല, എൻ്റെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും നീതിസൂര്യനായ യേശു കർത്താവിൻ്റെ ജന്മ ദിവസമായി കണക്കാക്കി അന്ന് ആ ദിവസം ഓർക്കണമെന്ന് രാജാവ് കൽപ്പനയിട്ടു. അങ്ങനെ ഡിസംബർ 25 നീതിസൂര്യനായ നല്ലവനായ കർത്താവിൻ്റെ ജന്മദിനമെന്ന് ലോകം ഏറ്റെടുത്തു, ഞാനും നിങ്ങളും ഏറ്റെടുത്തു, അടുത്ത തലമുറകളും ഏറ്റെടുത്തു. ഇനി ആ ദിവസത്തെ മാറ്റാൻ പറ്റില്ലല്ലോ. യേശു കർത്താവിൻ്റെ ജനനം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ എന്നോ ആയിരിക്കാം എന്നാണ് ചില വേദപഠിതാക്കളും ചരിത്രകാരന്മാരും അവകാശപ്പെടുന്നത്. ദിവസം എന്നും ആകട്ടെ, ഏത് മാസവും ആകട്ടെ, അത് സാരമില്ല. പക്ഷേ യേശു നമ്മൾക്കായി പൂജാതം ചെയ്തു എന്നുള്ള ആ കാര്യത്തിന് മാറ്റമില്ലല്ലോ. കർത്താവ് നമ്മൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തു. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി മനുഷ്യനായി മനുഷ്യനോടൊപ്പം 33.5 വർഷക്കാലം ജീവിച്ച്
ഈ ലോകത്ത് ഒരു മനുഷ്യന് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും. പാപം കൂടാതെ മറ്റെല്ലാറ്റിലും മനുഷ്യർക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായി 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. അവൻ നമ്മൾക്ക് നല്ലൊരു മാതൃക വച്ചിട്ട് പോയി. ലോകത്തിന് പുതിയ സ്വഭാവങ്ങളെ, ദൈവഹിതത്തെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ, സ്വർഗ കവാടത്തെ വാതിലിനെ തുറന്നിട്ട് കൂടാരമായ ഒരു പുതിയ ഭവനം സ്വർഗത്തിൽ നൽകി. സകല ജാതിയിലും വർഗത്തിനും വർണ്ണത്തിനുമുള്ളവർക്ക് സ്വർഗീയമായ പൗരത്വം നൽകിയും വെച്ച് അവൻ പോയി. ഇനിയും അവൻ വരും. മഹത്വവാനായ കർത്താവിന്റെ ജനനത്തിന്റെ ഓർമ്മ എല്ലാ വർഷവും അവന്റെ മക്കൾക്ക് ആത്മീകമായി ആനന്ദം നൽകുന്നതാണ്. അത് മദ്യപിക്കാനുള്ളതല്ലേ, അത് ആർഭാടത്തിനുള്ളതല്ല. ഈജിയം ഓഫ് ഇന്ത്യ എന്ന ഈ മിഷണറി പ്രസ്ഥാനം ക്രിസ്മസ് ഓർക്കുന്നത് നമ്മൾ ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലായി വേല ചെയ്യുന്ന ആദിവാസി ഗ്രാമങ്ങളിലെ സാധുക്കളായ കുടുംബങ്ങൾക്കെല്ലാം നമ്മൾ സമ്മാനം കൊടുക്കും. 300 രൂപയുടെ ഒരു സമ്മാന കിറ്റ് നമ്മളെല്ലാ ആദിവാസി ഗ്രാമങ്ങളിലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഗ്രാമങ്ങളിലെ, സമീപസ്ഥ ഗ്രാമങ്ങളിലെ ആദിവാസികളായ കുഞ്ഞുങ്ങളുള്ള ഗ്രാമങ്ങളിൽ, കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിന് ഒരു ഗിഫ്റ്റ് എന്ന വണ്ണം നമ്മൾ കൊടുത്ത് കർത്താവിൻ്റെ ജനനത്തെ നമ്മൾ ഗ്രാമാന്തരങ്ങളിൽ അറിയിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആ കാര്യം ചെയ്തു വരുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഓരോ പ്രസ്ഥാനങ്ങളും, ഓരോ സഭയും, ഓരോ വ്യക്തികളും ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികളിലൂടെ, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രവൃത്തികളിലൂടെ യേശു കർത്താവിന്റെ ജനനത്തെ സ്മരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എനിക്കറിയില്ല. അവർ മദ്യഷാപ്പുകളിലേക്ക് ഓടുകയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാർ തൂക്കിയിട്ടുള്ളതും അലങ്കരിച്ചിട്ടുള്ളതും ബാറിന്റെ മുൻപിലാണ്. കർത്താവിന്റെ ജനനം പ്രമാണിച്ച് എല്ലാ ബാറുകളിലും വമ്പൻ തിരക്കാണ്. കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് അന്ന് ഒഴുകുന്നത്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഭരണ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കയ്യെത്താവുന്ന അകലത്തിൽ ഇഷ്ടം പോലെ ബാറുകൾ, ചെറുതും വലുതും വലുതും ചെറുതുമായിട്ട് ധാരാളം ബാറുകൾ, ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ബാറുകൾ ഓപ്പൺ ചെയ്യുന്ന ദിവസമല്ലേ ഒരു പരിധിവരെ ക്രിസ്മസ് അല്ലെങ്കിൽ യേശുവിന്റെ ജന്മദിനം എന്ന് ഞാൻ പറഞ്ഞാൽ അധികപ്പറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ് പ്രിയ ദൈവമക്കളെ? എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജനനത്തെ ഓർക്കേണ്ടത്, കർത്താവിന്റെ ജനനത്തെ ധ്യാനിക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ പിറകോട്ട് നോക്കി നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി ജനിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ആരാധനയിൽ പങ്കെടുക്കണം, ആരാധിക്കണം, സ്തോത്രം ചെയ്യണം, കൂട്ടായ്മകൾ ക്രമീകരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയണം. ഇതാണ് കരണീയമായിട്ടുള്ളത്. സാധുക്കളായിട്ടുള്ളവരെ സഹായിക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് പിന്നാമ്പുറം നിൽക്കണം. അടിച്ചു പൊളിച്ച് ലഭിച്ച വരുമാനങ്ങളെ തകർത്ത് കളയരുത്. അങ്ങേ വീട്ടിൽ അങ്ങേ അപ്പുറത്ത് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ ധാരാളം. നമുക്കറിയാം, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായി നമ്മൾ സർവേക്ക് പോകുമ്പോൾ അനേകം ഗ്രാമങ്ങളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ വകയില്ലാതെ, വെറും കൊച്ചു കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറും ഒട്ടിയ കവളുമായി ഈ ഗ്രാമങ്ങൾക്കകത്ത് കഴിയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരു സമൂഹം ജീവിച്ചു പോകുമ്പോൾ ഇവിടെ അടിച്ചു പൊളിക്കരുതേ, അടിച്ചു പൊളിക്കരുത്.
ഇവിടെ ആർഭാടം കാണിക്കരുത്. അത് ദൈവനിന്ദയാണ്, ദൈവഹിതത്തിന് വിപരീതമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്നത്തെ ഈ ധ്യാന ചിന്ത ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതലുള്ള ഭാഗങ്ങളാണ്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹായ്, എത്ര മനോഹരമാണ് യേശുവിന്റെ ജനനം! ലോകപ്രകാരം നോക്കിയാൽ എത്രയോ ദരിദ്രമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. എവിടെയാണ് അവനെ പ്രസവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് പുൽത്തൊട്ടിയിലാണ് എന്ന് നാം കാണുന്നു. ശീലകൾ വിരിച്ച് അതിൻ്റെ മീതെ അണ്ഡകടാഹത്തിന്റെ ഉടമസ്ഥനായ സർവചരാചരങ്ങളുടെയും പ്രഭുവും ഉടമസ്ഥനുമായ സൃഷ്ടാവായ നിയന്താവായ ആ ദൈവം മനുഷ്യനായി, മനുഷ്യ കുഞ്ഞായി ഇതാ പുൽത്തൊട്ടിയിൽ കിടക്കുന്നു. ഈ സംഭവം സ്വർഗത്തിൽ വലിയ ആനന്ദമുളവാക്കി. സ്വർഗീയ സുന്നകദോസിന്റെ തീരുമാനപ്രകാരമായിരുന്നു യേശുവിന്റെ ജനനം. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്ക് അനുസരിച്ചായിരുന്നു യേശുവിന്റെ ജനനം. ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചായിരുന്നു യേശുവിന്റെ ജനനം. പിതാക്കന്മാർ വരച്ചു കാണിച്ച ആ ദീർഘ വാക്കുകളുടെ വാചകങ്ങളുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യേശുവിന്റെ ജനനം. ഉയരത്തിൽ നിന്ന് കൽപ്പിക്കപ്പെട്ട ആലോചനയാൽ ആയിരുന്നു യേശുവിന്റെ ജനനം. പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു ആ ജനനം മനുഷ്യനായി മണ്ണിൽ പിറന്നു വീണത്. അതുകൊണ്ട് സ്വർഗം സന്തോഷിച്ചു. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന ആ സന്തോഷം അവിടെ തണുപ്പ് കാലത്ത് ആടിനെ നോക്കി ആടുകളോടൊപ്പം കിടന്നുറങ്ങിയ ആട്ടിടയന്മാരെ വിവരമറിയിച്ചു. അവരോട് പറഞ്ഞു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇടയന്മാരെ നോക്കിക്കൊണ്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആര്? അവിടുത്തെ പ്രയോഗം എങ്ങനെയാണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവ് എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുറിയോസ് എന്ന വാക്കാണ്. കർത്തൃത്വം നടത്തുന്നവൻ, കർത്താവ്. എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തനാണ്. രക്ഷിതാവ് അഥവാ യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നാണ്. കർത്താവായ ക്രിസ്തു യേശു നിങ്ങൾക്കായി, നിങ്ങളുടെ രക്ഷകനായി, നിങ്ങളുടെ അഭിഷിക്തനായി, നിങ്ങളുടെ കർത്താവായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അവന്റെ ജനനത്തിന്റെ പ്രത്യേകത, അവൻ എന്തിനു വന്നു എന്ന് ഇവിടെ ദൂതന്മാർ ചേർന്ന് പാടിയ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൂതന്മാർ, ആ ദൂത സംഘം ദൂതനോടൊപ്പം ചേർന്നു അവരും ഒരു പാട്ടുപാടി. അവർ പാടിയ പാട്ടിങ്ങനെയാണ്: അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.
എന്തിനാണ് കർത്താവ് ഉദയം ചെയ്തത്, ജനിച്ചത്? 3 കാര്യങ്ങൾക്കായിരുന്നു കർത്താവിന്റെ ജനനം എന്ന് പറയാം. 1, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കരേറ്റുക. 2, ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവപ്രസാദം ലഭ്യമാക്കുക. 3, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം നൽകുക. ഈ 3 കാര്യങ്ങൾക്കായി യേശു ബേത്ലഹേമിൽ പൂജാതം ചെയ്തിരിക്കുന്നു എന്ന് ദൂതന്മാർ ഏറ്റേറ്റു പാടി. നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ധാരാളം കരോൾ സംഘങ്ങളുണ്ട്. പിന്നിലെ ചേതോ വികാരം എന്തിനാണെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഒരുപക്ഷെ പണപ്പിരിവാകാം, അതല്ലെങ്കിൽ മറ്റു പലതിനുമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ കരോൾ സംഘങ്ങളുടെ ചിന്ത ഉടലെടുത്തത് ദൂതന്മാർ ചേർന്ന് പാടി, ചേർന്ന് കിടന്ന ഇടയ സംഘത്തെ അറിയിച്ചു, യേശുവിന്റെ ജനനത്തെ അറിയിച്ചു. പ്രിയ മക്കളെ, നമ്മളും നമ്മുടെ ചുറ്റുപാടുകളിൽ യേശുവിന്റെ ജനനത്തെ അറിയിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിൽ യേശുവിന്റെ ജനനം അറിയാത്തവരാരുമില്ല. ഹിന്ദുവായാലും മുസ്ലിമായാലും ജൈനനായാലും ക്രിസ്ത്യാനിയായാലും ഏത് സഭയിലോ സംഘടനയിൽപ്പെട്ടവനാണെങ്കിലും കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയാത്തവരില്ല. ഭാരതത്തിൽ, ലോകത്തിൽ ഒരിക്കൽ പോലും യേശുവിന്റെ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചോ കേൾക്കാത്ത ആളുകൾ ധാരാളം. ഞങ്ങൾ ഭാരത ഗ്രാമങ്ങളിൽ സർവേക്ക് പോകുമ്പോൾ അറിയാം, ക്രിസ്തുമസ് എന്ന വാക്ക് പോലും കേൾക്കാൻ കഴിയാത്ത വനാന്തരങ്ങളിൽ കഴിയുന്ന ഗ്രാമവാസികളെ കണ്ടെത്തുന്നു. നമ്മൾ അവരോട് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഇതേ വാചകം ഇങ്ങനെ തന്നെ പറയും: നിങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് ഈ ഗിഫ്റ്റ് കൈമാറും. ആ സന്തോഷം കൈമാറും. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആ സാധുക്കൾ ഇരുകൈയും നീട്ടിയത് സ്വീകരിക്കും. പ്രിയ ദൈവമക്കളെ, ബേത്ലഹേമിൽ പൂജാതം ചെയ്ത യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം. പുൽക്കൂട്ടിൽ കിടന്നിട്ടായില്ല, നമ്മുടെ ഹൃദയത്തിൽ കിടക്കണം. ബേത്ലഹേമിലായിട്ടായില്ല, നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. യേശു കർത്താവ് ഹൃദയത്തിൽ ജനിക്കണം. 1. 2, നാം യേശുവിൽ നിന്ന് ജനിക്കണം. യേശുക്രിസ്തുവിൽ നിന്ന് ജനിക്കണം. ആദാമിൽ നിന്ന്, ആദാമിന്റെ സന്തതി പരമ്പരകളായ നമ്മൾക്ക് പുരുഷനിൽ നിന്ന് ജന്മം കിട്ടിയത് കൊണ്ട് നമ്മൾ ആദാമിക പാപത്തിനടിമയായി, നമ്മൾ മരണത്തിന് അടിമയായി. ആദാമിക ജീവൻ നമ്മളിലേക്ക് പകരപ്പെട്ടത് കൊണ്ട് അത് ശവക്കുഴിയിൽ തീർന്നു പോകും ദൈവമക്കളെ. എന്നാൽ ഒടുക്കത്തെ ആദാമായ രണ്ടാം മനുഷ്യനായ യേശു കർത്താവിൽ നിന്ന് ജനിച്ചാൽ, ക്രിസ്തേശുവിൽ നിന്ന് ജനിച്ചാൽ അവന്റെ ജീവൻ നമ്മിലേക്ക് വരുന്നു. ആ ജീവൻ നിത്യജീവനാണ്. അവനിൽ നിന്ന് കുടിക്കുക, അവനിൽ നിന്ന് പ്രാപിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്നെ സ്വന്തമാക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുകയാണ്. അതിന് അവനിൽ നിന്ന് ജനിക്കണം. അവർ മരിച്ചാലും ജീവിക്കും. അപ്പൊ 2 ജനനം ഒരു ദൈവ പൈതലിന് കൂടിയേ കഴിയൂ. കർത്താവിന്റെ ജനനത്തെ ഓർക്കുന്ന താങ്കൾ
കർത്താവിൽ നിന്ന് ജനിച്ചവനാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യൗസേപ്പിൽ നിന്ന് ജനിച്ചതല്ലല്ലോ യേശു, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്ന ദൈവത്തിന്റെ മക്കളായി, ദൈവവൈതലായി ജീവിക്കേണ്ടുന്ന വ്യക്തിയാണ്. പ്രിയരേ, കർത്താവിൽ നിന്ന് ജനിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്കൊരു നിത്യത സ്വർഗത്തിലുണ്ട്. ക്രിസ്മസിന്റെ ഓർമ്മകളും ആഘോഷങ്ങളും നമ്മളെ നരകത്തിലേക്ക് അയക്കാൻ ഇടയാക്കരുത്. നിത്യജീവന് പാത്രീഭൂതരാക്കി തീർക്കണം. പാപത്തിന് അടിമയാക്കരുത്. കർത്താവിന്റെ ജന്മത്തിന്റെ പേരിൽ പോയി മദ്യപിച്ച് തലകുത്തി നടന്ന് സമൂഹത്തിനും കുടുംബത്തിനും തലവേദനയാക്കരുത്. കർത്താവിന്റെ ജന്മത്തിന്റെ പേരിൽ പാപം ചെയ്യരുത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയുടെ മെമ്പറാകാം, അതിന് ബുദ്ധിമുട്ടില്ല, അത് സാധിക്കും. പക്ഷേ പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് അനുനമിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്, യേശു കർത്താവ് എനിക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചു എന്നും എനിക്ക് വേണ്ടി മരിച്ചു എന്നും എനിക്ക് വേണ്ടി അരിമത്യാക്കാരൻ യൗസേപ്പിന്റെ പുത്തൻ കല്ലറയിൽ അടക്കപ്പെട്ടു എന്നും എനിക്കായി റോമൻ മുദ്രകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ താങ്കൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, മറ്റൊരു മാർഗമില്ല. യേശു മാത്രം വഴി, യേശു മാത്രം ഏകരക്ഷകൻ. അവരാണ് കർത്താവിന്റെ ജന്മത്തെ ഓർക്കേണ്ടത്. അവരാണ് കർത്താവിന്റെ പീഡാനുഭവത്തെ ഓർക്കേണ്ടത്. അവരാണ് കർത്താവിന്റെ പുനരുത്ഥാനത്തെ ഓർക്കേണ്ടത്. അവരാണ് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്നവർ. ആ ഗണത്തിലേക്ക് ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരൂ, നമുക്കൊരുമിച്ച് അവനെ മഹത്വപ്പെടുത്താം. നമുക്കൊരുമിച്ച് അവനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ഭൂജാതം ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ജന്മദിനത്തെ ഓർക്കുന്ന ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഈ പ്രിയ പ്രേക്ഷകരെ കർത്താവേ, നിന്റെ വലത് കരങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ അത്ഭുതകരങ്ങളുടെ സ്പർശനം നീ കൊടുക്കണമേ. ഇന്നും ജീവിക്കുന്നവനെ ഈ പ്രിയ പ്രേക്ഷകരുടെ ഭവനത്തിലും ഹൃദയത്തിലും നീ ജീവിക്കണമേ. കർത്താവെ അനുഗ്രഹിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുക്കണം. പൈശാചിക ബന്ധനങ്ങളെ അറുക്കണമേ. ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.